ഹായ് വെൽക്കം ടു സീറോ ടു ഹീറോ. ഇതാ മണ്ണ് ഇപ്പം അങ്ങോട്ട് കളച്ചെടുത്ത ചേമ്പാണേ. ഇപ്പൊ കുത്തിയ കറുത്തിയും പീടിന്ന് വാങ്ങിക്കൊടുന്ന പൂളിയാട്ടോ. ഇത് മൂന്നും പാടത്ത് ഇങ്ങോട്ട് ഒരു കൂട്ടാനുണ്ട്. ആ കുത്തരി കഞ്ഞിക്കൊക്കെ ഈ ഒരു കൂട്ടാൻ കിട്ടിയാണ്ടല്ലോ പൊളിക്കും. അപ്പൊ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കൊത്തി അരിഞ്ഞ പൂള അതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കിയൊക്കെ കഴുകണം കേട്ടോ. മണ്ണിന്ന് എടുക്കണതല്ലേ. ചേമ്പും കൂടെ കറുത്തിയും കൂടി ഇങ്ങോട്ട് ഇതുപോലെ ഒരു മീഡിയം സൈസിൽ അരിഞ്ഞിങ്ങോട്ട് ഇട്ടെടുത്തോളി. പിന്നെ ഇതിലേക്ക് ആവശ്യം മഞ്ഞൾപ്പൊടിയാണ്. അത് 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു 4 കാന്താരി മുളക് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് ഞാൻ 4 എടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളം 250 ml 1 കപ്പ് വെള്ളം കൂടി ഇങ്ങോട്ട് ഒഴിച്ചിട്ട് കുക്കർ ഇങ്ങോട്ട് അടച്ച് വെച്ചുകൊണ്ട് 2 വിസിൽ ഇങ്ങോട്ട് അടുപ്പിച്ചെടുത്തോളി. ഈ കുക്കറിൽ 2 വിസിൽ അടുപ്പിച്ച അടിപൊളിയായിട്ട് വന്ന് കിട്ടും. അതൊക്കെ ഓരോ കുക്കറിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. അതവിടെ വിസിലടിച്ച് വന്നോട്ടെ, നമുക്ക് നമ്മളെ പണിയെടുക്കാം. തേങ്ങ ചിരണ്ടുക, 1/2 മുറി തേങ്ങൻ്റെ അങ്ങോട്ട് ചിരണ്ടിക്കോളി. പിന്നെ അതിലേക്ക് ആവശ്യം ഒരു 4-5 ചെറിയ ഉള്ളിയും കൂടിയാണ്. അതും കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2 വെളുത്തുള്ളിന്റെ പൊണം മാത്രം, അത് നിർബന്ധമായിട്ട് ചേർക്കണേ, അത് ഇട്ടാൽ വേറൊരു ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് ആവശ്യം കുറച്ച് ചെറിയ ജീരകത്തിന്റെ പൊടിയാണ്. അത് കുറച്ചല്ല, ഒരു 1/2 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇങ്ങോട്ട് കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാലും, പേസ്റ്റ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുക്കറിന്റെ ആവിയൊക്കെ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കുക്കർ ഇങ്ങോട്ട് തുറന്നു നോക്കുക. അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും അധികമൊന്നും ഏറല്ല, കണ്ടില്ലേ? ഈ വെള്ളം ഇതിലേക്ക് ആവശ്യമാണ്. ഇനി ഈ ഒരു കൈയിലോണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുക. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി നല്ലോണം കുത്തി ഉടച്ചാലും കുഴപ്പമില്ല, എനിക്ക് ഇങ്ങനെ കുത്തി ഉടക്കണതാണ് ഇഷ്ടം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുക. ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങ ക്രഷ് ചെയ്തതില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് തിരിച്ചു മറിച്ചൊക്കെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തോളി. ഇത് ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടില്ല, ചെറിയ ചൂടിലവിടെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടിൽ ആ തേങ്ങന്റെ പച്ചമണം മാറുവോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമുക്കതിക്കുള്ള വറവിട. ഈ ഒരു കൂട്ടാനുണ്ടല്ലോ, എൻ്റെ അമ്മമ്മയൊക്കെ കറുത്തിയും ചേമ്പും കിട്ടിയോ, അപ്പൊ ഒരു പൂളഞ്ഞി ഇല്ലെങ്കിലും കൂടി മേടിച്ചോളൂ ഇങ്ങനെ ഒരു കൂട്ടാൻ വെക്കണം. അപ്പൊ ഇത് ഇവിടെ പണ്ടേ ഉള്ളതാട്ടോ. അപ്പൊ അതാക്കണം ചൂടായ ഒരു പാനിലേക്ക് അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചെടുത്തോളി. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ഇങ്ങോട്ടിട്ട് ചടുപുടാന്ന് ഇങ്ങോട്ട് പൊട്ടിച്ചെടുത്തോളൂ കേട്ടോ. അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായിട്ട് വേണ്ടത് കറിവേപ്പാണ്. അത് ഇനിയിപ്പോൾ അവനാരോട് അല്ലെങ്കിൽ അയലോക്കത്തൊന്ന് കൊടുത്താൽ പാടില്ല, കറിവേപ്പ് നിർബന്ധം. കറിവേപ്പും കൂടി ഇങ്ങോട്ടിട്ടിട്ട് കൂട്ടാനൊക്കെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോളിട്ടോ. അങ്ങോട്ട് തിരിച്ചു മറിച്ചൊക്കെ അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ നമ്മളെ പണി ഇവിടെ ഫിനിഷായി. ഈ ഒരു ഇങ്ങനത്തെ ഒരു ഉപ്പേരി, ഇങ്ങനത്തെ ഒരു കൂട്ടാന്റെ വിവരം നമ്മളെ മക്കൾക്കൊന്നും ഇപ്പോഴത്തെ തലമുറക്കൊന്നും അത് അറിയില്ല. ഇതിന്റെ ടേസ്റ്റ്, ഇതിന്റെ ഗുണങ്ങള്. പിന്നെ നമ്മൾ മക്കൾക്കൊക്കെ ഡെയിലി ഒരു ആഴ്ചയിൽ 2 തവണയെങ്കിലും ഇതുപോലെ പടുകൂട്ടാനൊക്കെ നമ്മൾ മക്കൾക്ക് വെച്ചു കൊടുക്കണം. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. ചോറുക്കായാലും കഞ്ഞിക്കായാലൊക്കെ അടിപൊളിയാണ്. അപ്പൊ നിങ്ങളെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.